മുന്നോക്ക ഹിന്ദുക്കളും മുന്നോക്ക ക്രിസ്ത്യാനികളും ഏറ്റവും കൂടുതലുള്ള ഒരു ജില്ലയാണ് പത്തനംതിട്ട. RSS BJPക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കാരണങ്ങൾ ശബരിമലയായിട്ട് കൊണ്ട് കൊടുത്തിട്ടുമുണ്ട്. പക്ഷെ അപ്പോഴും ആളുകളും ആ ഓപ്ഷന് വേണ്ടി പോകുന്നതിന് പകരം തിരിച്ച് UDFിലേക്ക് പോകുന്നത്. നമ്മൾ ഈ ഒരു പാറ്റേൺ നമുക്ക് മിക്കവാറും സ്ഥലങ്ങളിൽ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇടുക്കിയിൽ 5 സീറ്റാണുള്ളത്. ഇപ്പോൾ 2021 4 LDFും 1 UDFും ആയിരുന്നു. അതിൽ ഇത്തവണ 2025 പ്രൊജക്ഷൻ പ്രകാരം 1 LDFും 4 UDFിനായിരിക്കും. നേരെ റിവേഴ്സ് ചെയ്യുന്നു. ഇതുപോലെ തന്നെയാണ് പത്തനംതിട്ടയിൽ പക്ഷേ 5 UDFിലേക്ക് തിരിച്ചു പോകുന്നു. നിലവിൽ LDF ആണ് 5 ഉള്ളത്. ഇവിടെ രണ്ടുമുള്ള ഒരു പാറ്റേണായിട്ട് ഞാൻ കാണുന്നത് ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിൻ്റെ വോട്ടുകളാണ്. ഇത് കഴിഞ്ഞ പ്രാവശ്യം NDA വലിയ തോതിൽ വോട്ട് പിടിച്ചിരുന്നു. പത്തനംതിട്ട ജില്ലയിൽ 5 സീറ്റുകളിലും NDA വോട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. അതായത് കോൺഗ്രസിന് തോക്കാൻ പാകത്തിനുള്ള സീറ്റുകൾ ക്രിസ്ത്യൻ പേരുള്ള സ്ഥാനാർത്ഥികൾ NDAയുടെ പേരിൽ നിന്നിട്ടുണ്ടായിരുന്നു. ഇടുക്കിയിൽ മറ്റു ചില കാരണങ്ങളുണ്ട്. പക്ഷെ അപ്പോൾ ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിൻ്റെ അടുത്തു നിന്നും SNDP വഴിയും BDJS വഴിയും ഒക്കെ കിട്ടാൻ വേണ്ടി വെച്ചിരുന്ന വോട്ടുകൾ, അതായത് ആ വോട്ടുകളൊക്കെ പോകുന്നത് കുറേയേറെ പോകുന്നത് UDFിൻ്റെ ആയിരുന്നു. അതുകൊണ്ടുകൂടിയാണ് LDFിന് ഈ ക്ലീൻ സ്വീപ്പ് ഒക്കെ പത്തനംതിട്ടയിൽ നടന്നത്. ഇപ്പം പത്തനംതിട്ടയുടെ ഒരു ഡാറ്റ വെച്ചിട്ട് മനോരമയുടെ ഡാറ്റ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ 5 സീറ്റില്ല 43% വോട്ട് ആണ് UDFിനും19 36% വോട്ടേ ഉള്ളൂ. 13% വോട്ടിന്റെ വ്യത്യാസമാണ്. NDAയുടെ വോട്ട് 19%, അതായത് 19% വോട്ട് അവർക്ക് അവിടെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അവർക്ക് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പ് അതിൽ കൂടുതൽ വോട്ട് ഉണ്ടായിരിക്കണം സാധാരണ. അതെ ഇടുക്കിയിലും അതുപോലെ തന്നെ UDFിന് 48% വോട്ടെന്ന് പറയാം. 10% വോട്ടിന്റെ ഡിഫറൻസ്, 38% ഇതുള്ളൂ. അവിടെ NDA വലുതില്ല, എനിക്ക് 10% വോട്ടേ ഉള്ളൂ. അവിടെ ഇത് ഈ ഒരു വലിയ ഗ്യാപ്പാണ് ഇതിൽ വന്നിട്ടുള്ളത്. നമ്മൾ അപ്രതീക്ഷിതമായിട്ടാണ് പത്തനംതിട്ട ജില്ലയുടെ ട്രാൻസ്ഫോർമേഷൻ ഞാൻ കാണുന്നത്. അത് പൊതുവെ ഒരു കോൺഗ്രസ് കോട്ടകൾ ഇപ്പൊ റാന്നി എടുത്താലും കോന്നി എടുത്താലും ആറന്മുള എടുത്താലും പത്തനംതിട്ട എടുത്താലും ഈ എല്ലാ സീറ്റുകളും സാധാരണഗതിയിൽ എനിക്ക് തോന്നുന്നു അടൂർ ഒഴികെ ബാക്കിയുള്ളതെല്ലാം അടൂരും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മത്സരിച്ചപ്പോൾ മുഴുവൻ സമയവും കോൺഗ്രസ്സുകാർ ജയിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹം മാത്രം ജയിച്ചുകൊണ്ടിരുന്ന സീറ്റാണ്. ആ ഭാഗം വളരെ പെട്ടെന്ന് വോളറ്റൈലാകാൻ സാധ്യതയുള്ള ഒരു സ്ഥലമായിരുന്നു. അപ്പോൾ അവിടെ ഈ മലപ്പുറം ജില്ലയിൽ എന്നതുപോലെ തന്നെ പത്തനംതിട്ട ജില്ലയ്ക്ക് വേറെ പ്രത്യേകതയുണ്ട്. അത് ഒരു ക്രിസ്ത്യൻ ഏകദേശം കമാൻഡ് സിഗ്നിഫിക്കൻറ്റ് നമ്പർ ഓഫ് വോട്ട്സ്. മലപ്പുറം ജില്ലയിൽ മുസ്ലിം ഭൂരിപക്ഷമുള്ള ഒരു ജില്ലയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPM ഇടതുപക്ഷ രാഷ്ട്രീയം വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള നേട്ടങ്ങൾ കഴിഞ്ഞ 2 പതിറ്റാണ്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നമ്മൾ അതാണ് 4 സീറ്റുകൾ ഇടതുപക്ഷം ജയിക്കുന്നു എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. എന്ന് പറഞ്ഞ പോലെയാണ് പത്തനംതിട്ടയിലും അത് ന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ഇടതുപക്ഷ രാഷ്ട്രീയത്തിനും കിട്ടിക്കൊണ്ടിരുന്ന ഒരു ഗ്രാജുവലായിട്ടുള്ള ഒരു ആക്സെപ്റ്റൻസ് ഉണ്ട്. അതെങ്ങനെ പോയി എന്നുള്ളത്, എന്തുകൊണ്ട് അവർക്ക് വോട്ട് ചെയ്യുന്നതിൽ നിന്നും അവിടുത്തെ മനുഷ്യരെ തടയുന്നു, അവരെ ജയത്തിലേക്ക് എത്തിക്കുന്നതിൽ വോട്ടിംഗ് എനിക്കൊന്ന് 36% ഉണ്ട്. അത് വലിയ കുറവ് വന്നിട്ടുണ്ടായിരിക്കും. അസംബ്ലി തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അതിൻ്റെ അകത്തൊരു കുറവ് വന്നിട്ടുണ്ട്. എന്തുകൊണ്ടത് സംഭവിച്ചു എന്നുള്ള കാര്യം ഇടതുപക്ഷകൾ, കാരണം ഇതിൻ്റെ ഒരു NDAക്ക് പ്രതീക്ഷിക്കാത്തൊരു നേട്ടം നമ്മളവിടെ കാണുന്നില്ല. അതായത് NDA ആണ് കേരളത്തിൻ്റെ ഭാവി എന്ന് ചിന്തിക്കുന്ന മനുഷ്യരുണ്ട് എങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ മുന്നോക്ക ഹിന്ദുക്കളും മുന്നോക്ക ക്രിസ്ത്യാനികളും ഏറ്റവും കൂടുതലുള്ള ഒരു ജില്ലയാണ് പത്തനംതിട്ട. അവിടെ അവർ അത്രയധികം മുമ്പോട്ട് പോയിട്ടില്ല. കോൺഗ്രസ് ആണ് അവരുടെ പ്രൈമറി ചോയ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ പ്രാഥമികമായിട്ടുള്ള ഓപ്ഷനുകൾ, മലയാളിയുടെ പ്രാഥമിക രാഷ്ട്രീയ ഓപ്ഷനുകൾ എന്നുള്ളത് LDFും UDFുമായിട്ട് തന്നെ നിലനിൽക്കുന്നു എന്നുള്ളൊരു കാര്യം. കാരണം ഏറ്റവും കൂടുതൽ മുന്നേറ്റം ഉണ്ടാക്കണമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു ഏരിയ അവർക്കവിടെ RSS BJPക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കാരണങ്ങൾ ശബരിമലയായിട്ട് കൊണ്ട് കൊടുത്തിട്ടുമുണ്ട്. പക്ഷെ അപ്പോഴും ആളുകളും ആ ഓപ്ഷന് വേണ്ടി പോകുന്നതിന് പകരം തിരിച്ച് UDFിലേക്ക് പോകുന്നത്. നമ്മൾ ഈ ഒരു പാറ്റേൺ നമുക്ക് മിക്കവാറും സ്ഥലങ്ങളിൽ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്.